ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കുഞ്ഞാപ്പിക്ക് സ്കൂൾ പർച്ചേസിംഗ് ആണ്. അതെ, അപ്പോൾ ഇക്ക പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കുഞ്ഞാപ്പിക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഞാൻ കുഞ്ഞാപ്പിക്ക് ഒരു ഡോൾ എടുത്തു. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഇങ്ങനെ മുടിയൊക്കെ ചീപ്പി ഒതുക്കി വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ ഫസ്റ്റ് അതാണ് എടുത്തത്. പിന്നെ ഒരു ബാഗ് എടുത്തു, ബോക്സ് എടുത്തു, ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് എനിക്ക് ത്വര വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടി വരിപ്പെറുക്കി എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കി എടുക്കുകയാണ്. അപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. എൻ്റെ കൈ അങ്ങോട്ട് നീണ്ടു ചെല്ലുന്നുണ്ടെങ്കിൽ ഇക്ക എന്നെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞാപ്പിക്ക് ബോക്സൊക്കെ എടുത്തു, ലഞ്ച് ബോക്സ് എടുത്തു, വാട്ടർ ബോട്ടിൽ എടുത്തു. അങ്ങനെ എല്ലാം ഓടി നടന്ന് കണ്ട് കാണുന്നതൊക്കെ ഞാൻ വരിപ്പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാപ്പിക്ക് സ്കൂളിലേക്ക് വേണ്ട ബുക്സൊക്കെ എടുക്കുകയാണ് ഞാൻ. പിന്നെ അവൾക്ക് ഹിന്ദി അത്ര ഇമ്പ്രൂവ് അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്സൊക്കെ വാരിപ്പെറുക്കി എടുക്കുകയാണ്. ഡിക്ഷണറിയും അതും ഇതുമൊക്കെ നോക്കുവാണ്. പിന്നെ കുടുക്ക എടുക്കാൻ വേണ്ടി വന്നു അവൾക്ക് പൈസ ഒന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക പറഞ്ഞു റെഡ് എടുക്കാമെന്ന്. പിന്നെ ലാസ്റ്റ് എൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഗ്രീൻ തന്നെ എടുത്തിരിക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ആക്സസറീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഞാൻ. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് അത് കൊള്ളാമെന്ന്. പക്ഷേ എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. സ്ട്രോബെറി ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോ ഒന്നും എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. നല്ല കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതെടുത്തു പിന്നെ ഞങ്ങൾ പോയത് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇഷ്ടംപോലെ ജീൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ, നല്ല വിലക്കുറവിൽ. അങ്ങനെ 1-2 ജീൻസും 1-2 ടോപ്പുകളും ടീഷർട്ടുകളും പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഫ്രോക്കൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി എടുത്ത് ഞങ്ങളത് ഒതുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കുഞ്ഞാപ്പിക്ക് എന്തൊക്കെയാണ് എടുത്തതെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അടുത്ത് ഞങ്ങൾ ബില്ലിങ്ങിലേക്ക് പോവാണ്. ബില്ലിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. കുഞ്ഞാപ്പി അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് ബാഗ് മേടിക്കാൻ പോകുന്നു പറഞ്ഞ് പോയതാണ്. പക്ഷേ അവൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പോയി മേടിച്ചെന്നോ എടുത്തെന്നൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കത് ബാഗ് കൊണ്ട് ഒളിപ്പിച്ച് റൂമിനകത്ത് വെച്ചിട്ട് കുഞ്ഞാപ്പി വിളിക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് ആകെ ഒരു കുടുക്ക മാത്രം കൊടുത്തു. അപ്പോൾ കുഞ്ഞാപ്പി വിചാരിച്ച് ബാഗൊന്നും മേടിച്ചിട്ടില്ലാന്ന്. കുഞ്ഞാപ്പി ആകെ വിഷമത്തി വരികയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ബെഡിൽ ബാഗ്. അങ്ങനെ ചാടി പിടിച്ച് അതിൻ്റെ അടുത്തിരുന്നത് അപ്പോൾ എടുത്ത് കിട്ടി അങ്ങ് പിടിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പി. ആകെ നാണവും ചമ്മലും ഒക്കെ കുഞ്ഞാപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കാനുള്ള പുറപ്പാടിലാണ് കുഞ്ഞാപ്പി. ഇങ്ങനെ ഓരോന്ന് തുറക്കാണ്. ആദ്യം കണ്ണിപ്പെട്ടത് എന്താ ആ പാവ തന്നെയാണ്. പക്ഷെ എന്തോ അതിനോട് അവൾക്ക് അത്ര അട്രാക്ഷൻ തോന്നിയില്ല. അവളത് വെച്ചിട്ട് അടുത്ത് എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇക്ക പറയുന്നുണ്ട് അത് നോക്കടി എക്സ്പ്രഷൻ കാണാനുള്ള ഒരു തിടുക്കത്തിലാണ് ഇക്ക ഓടി വന്ന് ബാഗ് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് നോക്കിയത്. പക്ഷെ അവളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും വന്നില്ല. ആകെ എക്സ്പ്രഷൻ വന്നത് ഈ യൂണിക്കോണിൻ്റെ ഒരു ബോക്സ് കണ്ടപ്പോൾ മാത്രമാണ്. അത് മാത്രം അവൾ കയ്യിലെടുത്ത് വെച്ച് കുറച്ച് നേരം നോക്കി. എന്തോ ചെയ്യാനല്ലേ, പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് മേടിക്കുന്ന സാധനങ്ങളൊന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പിന്നെ അവൾ എടുത്ത് കളിച്ചു കേട്ടോ. പിന്നെ അത് 2-3 ദിവസം തറയിൽ വെച്ചിട്ടില്ല. അവൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കിടന്ന് ഉറങ്ങിയൊക്കെ കൊണ്ടിരുന്നത്. പിന്നെയൊക്കെ സ്ലൈഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് അതൊന്നും വേണ്ടൊക്കെ കൊടുക്കുന്നൊന്നും നോക്കുക വേണ്ട. അവൾ പിന്നെയും തുറന്ന് നോക്കുകയാണ്. ഇത്ര സാധനങ്ങളുള്ള മമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത് ഡ്രസ്സ് കണ്ടത്. അത് കണ്ടു, അതെടുത്തു. ഓരോന്നോരോന്ന് നുള്ളിപ്പറക്കി കുഞ്ഞാപ്പി എടുക്കുകയാണ്. ഞങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓൺ വോയിസ് എടുത്ത് ശീലിച്ച് വരുന്നതേ ഉള്ളൂ. ആദ്യമായിട്ടിടുന്ന വീഡിയോസൊക്കെയാണ്. 1-2 വീഡിയോസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.